നമുക്കൊരു എൽ ജി മോണിറ്ററിൻ്റെ കംപ്ലൈൻറ്റ് നോക്കിയാലോ. ഓണാക്കിണ്ടേ കണ്ടോ, കളറ് ചുവപ്പ് കളറ് കൂടിയിട്ടാണ് കാണുന്നത്, പ്യുവർ ഡിസ്പ്ലേ അല്ല. കാണുന്നുണ്ടോ? ഇതിവിടെ പെയിൻ്റ് ആയതാ കേട്ടോ, അത് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇതുണ്ടോ, ബാക്ക് ലൈറ്റ് കണ്ടോ, ഫുള്ള് വേറൊരു കളറിലാണ് കാണുന്നത്. അപ്പോൾ ഇത് ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്നറിയോ, ഇത് എൽ ജിൻ്റെ ഇത് ഒരാൾ കടയിൽ കൊണ്ട് കൊടുത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ കംപ്ലൈൻറ്റ്, ഡിസ്പ്ലേ മാറണം, അതിന് 3000-3500 റുപ്യ വരും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേണ്ട നന്നാക്കണ്ടെന്ന് പറഞ്ഞിട്ട് റിട്ടേൺ വന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഞാൻ നോക്കട്ടെ, അത് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ലൈറ്റിൻ്റെ കംപ്ലൈൻറ്റ് അത് ഉണ്ട്. ഈ ബാക്ക് ലൈറ്റ് ഇങ്ങനെ കളർ ചേഞ്ച് ആയി കത്തുന്നതുകൊണ്ടാണ്. അത് ക്രമേണ ഓടിയിട്ട് വീക്ക് വരുമ്പോൾ ചില LED കളർ ചേഞ്ച് ആവാറുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാനുള്ള കാരണം പലരും പറ്റിക്കപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ അവർക്ക് അറിയില്ല, ഈ കംപ്ലൈൻറ്റ് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറ്റിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുമ്പോൾ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് എന്ന് വിചാരിച്ചിട്ട് നമ്മളും വിചാരിക്കും എന്താണ്, ആ ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മൾ 3000-3500 കൊടുക്കും. ഓൾറെഡി നല്ലൊരു ഡിസ്പ്ലേക്ക് 400-500 റുപ്യ ഡിസ്പ്ലേക്ക് അല്ല, മോണിറ്ററിന് ഇപ്പോൾ റേറ്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയും 3500 ഒറിജിനൽ അല്ല ഇത് മാറി കിട്ടുന്നുള്ള ലെവലിൽ നമ്മൾ പൈസ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്തായാലും പറ്റിക്കപ്പെടുകയാണ്. അപ്പോൾ അതില്ലാതിരിക്കാനും അത് എല്ലാവർക്കും ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണോ വീഡിയോ, അല്ലാതെ ആരെയും ഇതാക്കാനല്ല. പലരും പല മൈൻഡുകാരാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെ ആരും പറ്റിക്കപ്പെടണ്ട. ഇങ്ങനെ കളർ ചേഞ്ച് വരുന്നത് 95% അല്ലെങ്കിൽ 90% ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആവില്ല, ബാക്ക് ലൈറ്റിൻ്റെ ഇഷ്യൂ ആണ്. LG, സാംസങ്, എന്താ LED TV എല്ലാം ചിലത് LED 45 ഇഞ്ച് 32 ഇഞ്ചൊക്കെ LED പ്രശ്നം വരാറ് ഇതാണ്. ഈ ലൈറ്റ് ചേഞ്ച് വരുമ്പോൾ അവർ പറയും, ചിലർ പറയും ഡിസ്പ്ലേ കംപ്ലൈൻറ്റ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് അത് എന്ത് കംപ്ലൈൻ്റ് ആണെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരിക. അപ്പോൾ ആരും പറ്റിക്കപ്പെടണ്ട. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ആരും ഇതാക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കല്ല. എനിക്കറിയുന്ന ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് അല്ല, ബാക്ക് ലൈറ്റ് കംപ്ലൈൻ്റ് ആണ്. ഇത് തുച്ഛമായ റേറ്റിൽ നമുക്ക് നന്നാക്കി എടുക്കാവുന്നുള്ളൂ. ബാക്ക് ലൈറ്റ് മറ്റിന് പലരും പല റേറ്റും മേടിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പലരും പല രീതിയിലാണ് പൈസ മേടിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഒരു 500 റുപ്യേൻ്റെ ഉള്ളിൽ നമുക്ക്, 500 വേണ്ടി വരില്ല. ബാക്ക് ലൈറ്റ് LGൻ്റെ ഇതിന് എന്തായാലും ഓൾമോസ്റ്റ് ഒരു 180-200 ആണ് ഇവിടുത്തെ റേറ്റ്. അപ്പോൾ അത് മാറ്റി ഇടാനുള്ള ഒരു 250 റുപ്യ സർവീസ് ചാർജ്. ഓൾമോസ്റ്റ് 500 റുപ്യേൻ്റെ ഉള്ളിൽ ഇത് പരിപാടി തീരും. അപ്പോൾ 3500 പറഞ്ഞ സാധനം നമ്മൾ 500 റുപ്യക്ക് നന്നാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാണ്, ആരും പറ്റിക്കപ്പെടേണ്ട. ഇങ്ങനത്തെ കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. ബൈ.